ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി കുട്ടിമക്കുട്ടു സെറ്റാക്കി. 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിയിരിക്കാനുള്ളവരല്ലേ? ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂരപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാരിറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇത് കേൾക്കുമ്പോ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ, അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ. ഹലോ മക്കളെ, ആദ്യം തന്നെ നമ്മളെ ഉസ്താദന്മാർക്ക് ഒരു അസ്സലാമലൈക്കും പറയാം. അത് കഴിഞ്ഞിട്ട് സുറത്താത്ത പറയുന്ന എന്താന്ന് മക്കള് കേട്ടിട്ട് മക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുക. എന്താന്ന് വെച്ചാല് നമ്മള് കുട്ടുമക്കുട്ടു പാടി സന്തോഷമായിട്ട് എല്ലാം ചെയ്തില്ലേ? അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു, കുട്ടുമക്കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന എല്ലാരെയും വലിച്ചിട്ടിട്ട് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെ കുട്ടുമക്കുട്ടു സിപ്പടി തന്നെ കുട്ടുമക്കുട്ടു എന്നും പറഞ്ഞ് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെയാണ് അത് പാടിയത്. വെറുതെ കയറി ഉസ്താദന്മാർക്ക് പാടാൻ പറ്റില്ല. അപ്പൊ നമ്മളെയൊക്കെ വലിച്ചിട്ടിട്ട് ഉസ്താദന്മാർക്കൊന്നും പാടാനായില്ലേ? സൂറത്താത്ത പറഞ്ഞത് ശരിയാണെന്ന് മക്കള് പറയുക കേട്ടാ. അതപ്പോ ഉസ്താദന്മാരൊക്കെ ഏതായാലും ഇത് കാണുമല്ലോ. അപ്പൊ വെറുതെ കയറിയിട്ട് ഉസ്താദന്മാര് പറയുമ്പോ ആളുകൾ ഓർക്കൂല. പറഞ്ഞു തന്നെ ഉസ്താദന്മാര് കുട്ടുമ്പോ പാടി കളിക്കണേണെന്ന്. അപ്പൊ നമ്മളൊക്കെ പാടിയപ്പോ ഉസ്താദന്മാർക്ക് മനസ്സിലൊരാഗ്രഹം, കുട്ടുമ്പോ ഞമ്മക്കും ഒന്ന് പാടണമല്ലോ എന്ന് തോന്നി. അപ്പൊ അവരും സന്തോഷമായിട്ട് നമ്മളൊക്കെ കണ്ടല്ല, ഉസ്താദന്മാരെ മുഖത്തെ സന്തോഷം കണ്ടതല്ലേ കുട്ടുമക്കുട്ടു പാടിയത്. എന്താണ് നൗഷാദ് ബാക്കഫി ഉസ്താദും സന്തോഷമായി മനസ്സോട് ചിരിച്ചിട്ടാണ് ആ പാടിയത്. അതേപോലെ വേറെ 2 ഉസ്താദന്മാരും പാടുന്നത് ഞാൻ കേട്ടു കേട്ടാ. ശരി, അസ്സലാമലൈക്കും. സുഹൃത്ത് നൗഷാദ് ബാക്കവി ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ, ഇതിന്റെ കമന്റിലൂടെ ഒരുപാട് ആളുകൾ ഉസ്താദിനെതിരെയായിട്ടുള്ള കമന്റുകളാണ്. ഉസ്താദക്ക് യൂട്യൂബിലെ ചാനലിലെ ഉസ്താദക്ക് റീൽസിനൊന്നും വരുന്നില്ലേ, പിന്നെ ഇവരിങ്ങനെ തുള്ളിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന രീതിയിലൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ തിന്മകൾ നടക്കുമ്പോൾ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് ജനങ്ങളെ അറിയിക്കൽ ഇവിടുത്തെ ആലിമീങ്ങളെ ബാധ്യതയാണ്. അവരാ ബാധ്യതയെ നിർവഹിക്കുമ്പോൾ നമുക്കൊരു തിന്മ ഒരാൾ ചെയ്യുമ്പോൾ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ കണ്ടാൽ നിന്റെ കൈ കൊണ്ട് നീ തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനി, കൈകൊണ്ട് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട്. ഫഇല്ലം യസ്തതി, നിനക്കതിനും സാധ്യമല്ലെങ്കിൽ ഫബി ഖൽബിഹി, നിന്റെ കൽബ് കൊണ്ട് നീ തടയണം. അത് ഏറ്റവും ബലഹീനമായ ഈമാൻ. അപ്പോൾ ഈ ഒരു ഹദീസ് കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? തിന്മ തടയുക എന്നുള്ള പ്രവൃത്തി ഒരാൾക്ക് ഒഴിവാകുന്നില്ല എന്നാണ്. ചില ആൾക്ക് കൈ കൊണ്ട് തടയാൻ സാധിക്കാത്ത പലരുണ്ടാകാം, അതുപോലെ നാവ് കൊണ്ട് തടയാൻ സാധിക്കാത്ത പലരും ഉണ്ടാകും. കൽബ് കൊണ്ട് തടയാൻ സാധിക്കാത്തവരാരാണ്? എല്ലാവരും കൽബ് കൊണ്ട് സാധിക്കുമല്ലോ. കൽബ് കൊണ്ട് ആർക്കാണ് അവർ നന്നാകാൻ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ഉസ്താദ് ഇവിടെ പറയുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ് പലരും വിമർശിച്ചിട്ടുള്ളത്. കാരണം അവരെ പരിഹസിച്ചിട്ടുള്ള രീതിയിൽ ഉസ്താദ് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് ഈ റീൽസ് കണ്ടതുകൊണ്ടിലാവുമ്പോൾ പറയുന്നുണ്ടല്ലോ, കണ്ടതുകൊണ്ടല്ലേ ഉസ്താദ് പാടാനുള്ളൊരു അവസരമല്ലേ എന്ന രീതിയിലൊക്കെ. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാവും. പക്ഷെ തിന്മ ചെയ്യുന്നവരെ വിമർശിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് തന്നെ ഉണ്ട്. ഫിർഔനോട് ഉപദേശിക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഖൗലൻ ലയ്യിന, ലയ്യിനായ വാക്ക് മാത്രമേ പറയാവൂ. കാരണം വളരെ മയത്തോട്, കാരണം അന റബ്ബുക്കുമുൽ അല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദുഷ്ടനാണ്. ഇവരാണെങ്കിൽ മുസ്ലിം വേഷം ധരിച്ചുള്ള മുസ്ലിമങ്ങാണെന്ന് പറയുന്ന, സലാം പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങുന്ന ആളുകൾ ആ മുസ്ലിമീങ്ങളാണ്.
തീർച്ചയായും ഉമ്മമാരൊക്കെ നല്ല കഴിവുള്ള ഉമ്മമാരൊക്കെയാണ്. എന്നാലും വീഡിയോസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉസ്താദന്മാർ അത് പറയാതിരിക്കാൻ പറ്റുമല്ലോ. കാരണം ജനങ്ങളെല്ലാവരും പിന്നെ ഇതുപോലെ ആയിരിക്കും വീഡിയോയിൽ വന്നുകൊണ്ട്. വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റുകൾ എഴുതുന്നുണ്ട്. വളരെ മോശമായ രീതിയിലൊക്കെയാണ് കമൻറ്റൊക്കെ വരുന്നത്. ഉസ്താദുമാരുടെ കമൻറ്റ്, പിന്നെ ഉസ്താദ് ബാക്കയുടെ വീഡിയോയുടെ താഴേക്ക് ഒരുപാട് ആളുകൾ വളരെ മോശമായി തന്നെ എഴുതുന്നുണ്ട്. ഇത് എല്ലാ സഹോദരങ്ങളും വായിക്കുന്നുണ്ട്, എല്ലാ സമൂഹത്തിൻ്റെ സഹോദരങ്ങൾ വായിക്കുന്നുണ്ട്, സഹോദരിമാർ വായിക്കുന്നുണ്ട്. കാരണം കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ഉന്നത സമുദായമാണ്, മറ്റു സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. കാരണം നിങ്ങൾ നല്ലത് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ ഉത്തമ സമുദായമാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതാണ്. കാരണം നന്മ കൽപ്പിക്കുന്നവരാണ്, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തമരും ഉന്നതരും ഉദാത്തരും മറ്റുള്ളവർക്ക് മാതൃക ഉള്ളവർ. അതുകൊണ്ടാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ മാതൃകമായ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത പലതും നോക്കി, ഈ തുള്ളിച്ചാട്ടം ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ നിങ്ങൾക്കുള്ള കഴിവുകൾ, കാരണം ചില ഉമ്മമാരൊക്കെ വന്ന് പറയുന്നുണ്ട് നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഉമ്മയുടെ വീഡിയോ കണ്ട് സഹോദരി വന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം മറ്റൊരു സഹോദരി ഉണ്ട്, ഇസ്ലാമിലേക്ക് വന്ന സഹോദരിയാണ്. ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ആ സഹോദരി വന്നത്. കാരണം എല്ലാവരും കൈപിടിക്കുന്നു, വലിയ വിചാരത്തോട് ചിന്തയോടു കൂടിയാണ് വന്നത്. പക്ഷേ എല്ലാവരും അവഗണിച്ചു, മുസ്ലിമുകൾ വരെ അവഗണിച്ചു. പിന്നെ ഒരു യതീംഖാനയിൽ നിന്ന് വന്നവർ തൻ്റെ മക്കൾക്ക് സഹായിക്കണമെങ്കിൽ അവർ യതീംഖാനയിൽ ചേർക്കണം, മറ്റു വേറെ സ്ത്രീയുടെ സംരക്ഷണത്തിലായിരിക്കണം എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അന്ന് പിന്മാറുകയും ചെയ്തു. അതല്ലാതെ നേരെ വന്നൊരു സഹായം നൽകുന്നില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു വരുമാനത്തിൻ്റെ മാർഗം വേണം എന്നുദ്ദേശിച്ചാണ് ഞാൻ യൂട്യൂബിൽ കയറിയത്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. അതല്ലാതെ പരിശുദ്ധമായ ദീന് ദോഷം പേര് വരുത്താൻ വേണ്ടിയല്ല. ഒരുപാട് ആളുകൾ പല പ്രയാസം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മേഖലയിൽ വരുന്നത്. എവിടെയെങ്കിൽ പച്ച പിടിക്കുമെന്നാണ് അവർ നോക്കുന്നത്. കാരണം പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ആരോടും പ്രയാസം പറഞ്ഞാൽ ആ സഹോദരി പറയുന്നതിൽ കാര്യമുണ്ട്. പ്രയാസങ്ങൾ പറയുമ്പോൾ ആരും അത് വലിയ വിലക്കെടുക്കൂല. പിന്നെ ആ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ ജീവനൊടുക്കിയാലാണ് പിന്നെ പറയുന്നത് അവളത് ചെയ്ത് ശരിയായില്ല, ഞങ്ങളെ സഹായിക്കുമായിരുന്നു, ഞങ്ങളങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യും. പക്ഷെ ആ സമയത്ത്, ജീവനിരിക്കുന്ന സമയത്ത് ഒരാളും ഒരു സഹായത്തിന് കൂട്ടുകൂടാനോ ഇല്ല. അങ്ങനെ എത്രയോ സഹോദരിമാർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ എത്രയോ സഹോദരിമാരൊക്കെ ഉണ്ട്. പലരും വീഡിയോയിൽ വരുന്നുണ്ട്. കാരണം വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, തീർച്ചയായും നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ഈ ഇത്തരത്തിലുള്ള നിങ്ങൾക്കുള്ള ഈ കഴിവുകൾ, ഈ നിങ്ങൾക്കുള്ള ഈ പ്രവൃത്തി, അത് നല്ല രീതിയിലും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. നല്ല നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പരിശുദ്ധമായ ദീനുമായുള്ള വിഷയത്തിൽ, പിന്നെ ദീനിന് വിരുദ്ധമായ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് നാം ഒരുപാട് സമ്പത്ത് നേടിയിട്ട് എന്ത് കാര്യമാണ്? ഇത് നമുക്ക് എന്തറിയോ, അള്ളാഹുവിനോടുള്ള ആ വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു കുറവാണ്. ലാ നസ്അലുക റിസ്ക എന്നല്ല പറയും. ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, നഹ്നു നർസുക്കുക. റിസ്ക് നൽകുന്നത് ഞങ്ങളാണ്, അള്ളാഹു ആണല്ലോ റിസ്ക് നൽകുന്നത്. തീർച്ചയായും റിസ്ക്കിൻ്റെ ഒരു കവാടം അള്ളാഹു ഉറപ്പായി തുറന്നു തരും. അള്ളാഹുൽ തഖ്വയിലൂടെ നാം ജീവിക്കുകയാണെങ്കിൽ ബിഗൈർ ഹിസാബ്, ഞങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് വേണ്ട റിസ്ക് അള്ളാഹു ഒരുക്കി തരും. എന്നാൽ നമ്മുടെ ഇത്തരത്തിലുള്ള വിഷമം കൊണ്ട് ചില ആളുകൾ പ്രയാസം എന്ന് പറയുമ്പോൾ വലിയ പ്രയാസത്തിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. ആ സഹോദരിയുടെ പ്രയാസം വീഡിയോയിൽ വന്ന് പറയുന്നു, വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഒരുപാട് കടങ്ങളായി, വാടക വീട്ടിലാണ്, വാടകത്തിനും പ്രയാസം, എല്ലാ രീതിയിലും പ്രയാസം. അങ്ങനെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള തിന്മകൾ എതിർത്തില്ല കണ്ടെങ്കിൽ ഇതൊരു നന്മയായി പിന്നെ ജനങ്ങൾ കൂടുതലായി ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെടുകയും നമ്മുടെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടാൻ ഇതൊക്കെ കാരണമാകും. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ പരിശുദ്ധമായ ദീന് ദോഷപ്പേര് വരുത്താത്ത രീതിയിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സങ്കടം, പ്രയാസം കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. എന്നാലും ചെയ്യുന്ന സമയത്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒന്നും കൂടി ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്താൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഗുണകരമാകും. ഇല്ലെങ്കിൽ മക്കളൊക്കെ ഇത് വലുതായപ്പോൾ കണ്ടപ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു അവസ്ഥയാണെന്ന് അവർ ചിന്തിച്ചു പോകില്ലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നല്ല നിലക്ക് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.